നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ ഇന്നത്തെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ലക്ഷ്മി, കുറച്ച് നാളായി നമ്മുടെ ബി പോസിറ്റീവ് 25 വർഷം പൂർത്തിയാക്കിയ ഒരുപിടി നല്ല മൂവീസിനെ പറ്റിയുള്ള ഒരു ചർച്ചയായിരുന്നു. ഇന്ന് നമ്മൾ അതുപോലെ ഒരു മൂവിയെ പറ്റിയുള്ള ചർച്ചയിലേക്കാണ് അല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മളെ TK രാജീവ് കുമാർ സാറിന്റെ ക്ഷണക്കത്ത് എന്നുള്ള സിനിമയെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഫിലിം ഒരു നല്ലൊരു പ്രണയ ചിത്രമാണ്. അത് പക്ഷേ അത് അധികം ബോക്സ് ഓഫീസിൽ നിയന്ത്രിക്കാനുള്ള ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പാട്ടുകൾ എന്ന് പറയുന്നത് ഇന്നും അന്നും വളരെയധികം ഹിറ്റായിട്ടുള്ള ഒരു തീർച്ചയായും ഒരു 6 ഗാനങ്ങൾ തന്നെ ശരത് സാറിന്റെ ഒരു കമ്പോസിംഗിൽ ഒരു 6 ഗാനങ്ങൾ ആ ഒരു മൂവിയിലുണ്ട്. ആ ഗാനങ്ങളെല്ലാം തന്നെ ഇന്നും ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ്സ് ആണ്. തീർച്ചയായും. കാരണം ആ ഒരു സംവിധാനം എന്ന് പറയുന്നത് നല്ലൊരു പുതുമുഖങ്ങളുടെ ഒരു നിരയായിരുന്നു. കാരണം നിയാസിന്റെയും ആതിരയുടെയൊക്കെ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ പോയി. പക്ഷേ പുതുമുഖങ്ങളായതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു ഫിലിം പോയത്. പക്ഷേ ആ TK രാജീവ് സാറിന്റെ ആ ഒരു കഴിവ് നമുക്ക് ആ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് സംവിധായകരിൽ നിന്ന് TK രാജീവ് സാറിന് ഒരു വേറിട്ടൊരു ശൈലിയായിരുന്നു സിനിമ സംവിധാനം എന്ന് പറയുന്നത്. ഹൃദയ പറഞ്ഞ പോലെ തന്നെ ഇതിലെ ഈ ഫിലിമിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അതിന്റെ പാട്ട്, ശരത് സാറിന്റെ മ്യൂസിക്കിലുള്ള എല്ലാ പാട്ടുകളും ഹിറ്റാണ്. പക്ഷെ എനിക്ക് അതിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ടല്ല ആകാശദീപം എന്നും ഉണരും എന്നുള്ളൊരു പാട്ട്. അതിനെ അറിയോ? ഹൃദയ്ക്ക് അറിയാലോ. ആകാശദീപം എന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ, ആകാശദീപം എന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ, മൗനരാഗമണിയും താരിളം തെന്നലേ, പൊൻപരാഗമുതിരും വാരിളം പൂക്കളേ, നാം ഉണരുമ്പോൾ രാവലിയുമ്പോൾ, ആകാശദീപം എന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. വളരെ മനോഹരമായിരിക്കുന്നു ഹൃദയ. കാരണം ആ ശബ്ദത്തിലൂടെ തന്നെ ആ ഒരു പാട്ട് കേട്ടപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ആ മാധുര്യത്തോടു കൂടി തന്നെ നമുക്ക് ആ സെഗ്മെന്റിലോട്ട് തന്നെ കടക്കാം. ആദ്യമായി ശുഭസംഗീതം. ഓടക്കുഴലേ ഓടക്കുഴലേ ഓമനത്താമര കണ്ണന്റെ ചുംബന പൂമതു നുകർന്നവളേ, രാഗിണി നീ അനുരാഗിണി മറ്റൊരു രാധയോ രുക്മിണിയോ. ഓടക്കുഴലേ ഓടക്കുഴലേ ഓമനത്താമര കണ്ണന്റെ ചുംബന പൂമതു നുകർന്നവളേ, രാഗിണി നീ അനുരാഗിണി മറ്റൊരു രാധയോ രുക്മിണിയോ. ഇത്ര മധുമയ ചുംബന പുഷ്പങ്ങൾ ചാർത്തിച്ചു നിന്നെ കണ്ണൻ, ഇത്ര മധുമയ ചുംബന പുഷ്പങ്ങൾ ചാർത്തിച്ചു നിന്നെ കണ്ണൻ, ആനന്ദ ഭൈരവി രാഗനിലാവനിന്നാത്മാവലിഞ്ഞൊഴുകി, ആത്മാവലിഞ്ഞൊഴുകി. ചരിത്ര സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. ചരിത്രത്തിൽ ഇന്ന്. അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. അടുത്തതായി ഡോക്ടർ മാർത്താണ്ഡ പിള്ള സാർ അവതരിപ്പിക്കുന്ന ഫാമിലി ഡോക്ടർ. ഫാമിലി ഡോക്ടർ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കേരളം ഒരു വൃദ്ധസമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 65 പിന്നിട്ടവരുടെ എണ്ണം വളരെ വേഗത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മളെ പല പുള്ളി വിവരങ്ങളും സൂചിപ്പിക്കുന്നത്. 14 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം 20% വരെ ഉണ്ടായിരുന്ന കേരളത്തിൽ അത്
കുറഞ്ഞു കുറഞ്ഞു വരികയും അതേ സമയത്ത് 65 പിന്നിട്ടവരുടെ എണ്ണം ഒരു 9% നിന്നും ഒരു 15% വർദ്ധിച്ചിരിക്കുകയും ചെയ്യുകയാണ്. 2025 ആകുമ്പോൾ പ്രായമായവരുടെ എണ്ണം ഏകദേശം 25% വരെ ആകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കണക്കുകൂട്ടൽ. മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രായമായവരുടെ എണ്ണം കൂടുതലാണല്ലോ. കാരണം ആയുർദൈർഘ്യം കൂടുന്നതനുസരിച്ച് പ്രായമായവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. അവിടെയും തന്നെ ഒരു 10 വർഷത്തിനകത്ത് ഒരു 5% സാധാരണ കൂടുന്നത്. പക്ഷേ കേരളത്തിലാകട്ടെ ഈ ഒരു കാലഘട്ടത്തിനകത്ത് കൂടുന്നത് ഏകദേശം ഒരു 10-15%. അതിൻ്റെ ഏകദേശം ഇരട്ടി ആയിട്ട് കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ആയുർദൈർഘ്യം കൂടുന്നത് തന്നെയാണ് അതിന് കാരണം. കാരണം ഇപ്പോൾ ആണുങ്ങളുടെ ആയുർദൈർഘ്യം 67% കൂടുതലാകുന്നു, സ്ത്രീകളുടെ 76 കൂടുതലാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഈ പ്രായമായവർ അഭിമുഖീകരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയേറെയുണ്ട്. സാമൂഹ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ തന്നെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായിട്ടോ സംഘടിതമായിട്ടോ സർക്കാർ തലത്തിലോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖസത്യം. അപ്പോൾ അവരെ നോക്കാനും ഒന്നും ആളുകളില്ല. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്നും വളരെയേറെ പേര് മറുനാടുകളിൽ പോകുന്നതോടുകൂടി ഈ പ്രായമായവർ, സാമ്പത്തികമായിട്ട് കഴിവുള്ളവർ പോലും അവരുടെ പ്രായമായവരെ ഒറ്റയ്ക്ക് വീടുകളിൽ വിട്ടുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ പണമില്ലാത്തവരുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പലപ്പോഴും ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തന്നെ ബന്ധുക്കളാരും ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കൂട്ടുകുടുംബം ഇപ്പോൾ പേരിന് മാത്രമേ ഉള്ളൂ. അണുകുടുംബമായി കഴിഞ്ഞു. അതിലും തന്നെ പ്രായമായവരെ ഒറ്റയ്ക്കിട്ടുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഈ പ്രായമായവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെയേറെ ഒരു ശ്രമം വളരെ ആവശ്യമാണ്. ആരോഗ്യ പ്രശ്നം തന്നെ പ്രായമാകുന്തോറും കൂടുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ രക്തസമ്മർദ്ദമായാലും പ്രമേഹമായാലും ശ്വാസകോശ രോഗങ്ങളാണെങ്കിലും തന്നെ പ്രായമാകുന്തോറും അത് പല പല അവയവങ്ങളെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള ചികിത്സ നൽകിയില്ലെങ്കിൽ അവരെ ആശുപത്രിയിൽ കൂടുതൽ ദിവസങ്ങൾ കിടക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. നമ്മുടെ അത്യാഹിത വിഭാഗം എടുക്കുകയാണെങ്കിൽ തന്നെ പ്രായമായവരായിരിക്കും ഏറ്റവും കൂടുതൽ അത്യാഹിത വിഭാഗത്തിൽ വരുന്നത്. ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളുടെ കണക്കെടുത്താലും പ്രായമായവർ തന്നെയാണ് ആശുപത്രിയിൽ കൂടുതൽ കിടക്കേണ്ടി വരുന്നത്. അവർക്ക് തന്നെയാണ് ചികിത്സയ്ക്ക് ഭീമമായിട്ടുള്ള ചിലവ് വരുന്നത്. കാരണം ഒരു അവയവത്തിൻ്റെ രോഗമായിട്ട്, ഒരു പനിയായിട്ട് പോയാൽ പോലും അത് തൊട്ട് മറ്റുള്ള അവയവങ്ങളെ ബാധിച്ച് പ്രമേഹ രോഗം വഷളാകുന്നു, രക്തസമ്മർദ്ദം കൂടുന്നു, ഇങ്ങനെയൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അത് മാത്രമല്ല, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പ്രായമാകും തോറും കൂടുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ക്യാൻസർ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നുണ്ട്. എല്ലിൻ്റെ കട്ടി കുറയുന്നതുകൊണ്ട് ചെറിയ വീഴ്ച പോലും അത് ഒടിവിന് സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം ഒരു 40-50% പ്രായമായവരും ചെറിയ വീഴ്ച കൊണ്ട് എല്ലൊടിയുന്ന സാഹചര്യം, എല്ലിൻ്റെ കട്ടി കുറയുന്നതുകൊണ്ട് ആ എല്ലൊടിവ് ചികിത്സിക്കാനും അത് ഊറിച്ചേരാനും മറ്റുള്ളവരെക്കാളും കൂടുതൽ സമയം അതെടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. തലച്ചോറിനെ ബാധിക്കുന്ന പല രോഗങ്ങൾ, ഓർമ്മശക്തി കുറയുന്നു, നടക്കാനുള്ള ബുദ്ധിമുട്ട്, വിറയൽ, ബുദ്ധിമാന്ദ്യം, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും തലച്ചോറ് ചുരുങ്ങുന്നതുകൊണ്ടും മറ്റും ഉണ്ടാകാറുണ്ട്. കഴുത്തിൻ്റെ എല്ലുകൾക്കുള്ള തേയ്മാനം കൊണ്ടും നടുവിൻ്റെ എല്ലുകളുടെ തേയ്മാനം കൊണ്ടും നടക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നു. സന്ധികളെ ബാധിക്കുന്നതുകൊണ്ടുള്ള രോഗങ്ങൾ, ഇതെല്ലാം തന്നെ മൂർച്ഛിച്ച് വരുന്ന ഒരു സാഹചര്യമാണല്ലോ. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയേറെയുണ്ട്. ആരും തിരിഞ്ഞു നോക്കാൻ ആളുകളില്ല. അവർക്ക് സംസാരിക്കാൻ തന്നെ കൂടെ സംസാരിക്കാൻ ആളില്ലാത്ത സാഹചര്യം. അതോടുകൂടി ഉറക്കക്കുറവ് വരുന്നുണ്ട്, വിഷാദ രോഗം വരാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ കണക്കിന് ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് ഈ പ്രായമായവരെ ബാധിക്കുന്ന രോഗങ്ങൾ. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ഒരു
65 വയസ്സാകുമ്പോഴാണ് നമ്മൾ പ്രായമായവരെന്ന് കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ പോലും ഒരു 55 വയസ്സ് തൊട്ടേ നമ്മൾ മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പ്രമേഹ രോഗമുണ്ടോ, രക്തസമ്മർദ്ദമുണ്ടോ, ഹൃദയ രോഗങ്ങളുണ്ടോ എന്ന് ടെസ്റ്റുകൾ ചെയ്യുന്നത് ആവശ്യമാണ്. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനകളുണ്ട്. ക്യാൻസർ ആകും മുമ്പേ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ ബാധിക്കുന്നതും പ്രത്യേകിച്ചും സ്ത്രീകളിൽ മാറിനെ ബാധിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഗർഭപാത്രത്തെ ബാധിക്കുന്നതുമായിട്ടുള്ള രോഗങ്ങൾ മുൻ പരിശോധന കൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനും ഏകദേശം 4 or 5 ഗൗരവമായിട്ടുള്ള ക്യാൻസറുകൾ നമ്മുടെ മുൻ പരിശോധന കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധന വളരെ ആവശ്യമാണ്. എല്ലിൻ്റെ കട്ടി കുറവ് തന്നെ ആ പരിശോധന മൂലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് മരുന്ന് നൽകുകയാണെങ്കിൽ ഈ പലപ്പോഴും സംഭവിക്കുന്ന ചെറിയ വീഴ്ച കൊണ്ടുണ്ടാകുന്ന പൊട്ടലുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കുന്ന പല രോഗങ്ങളും നമ്മളെ പ്രായമായിട്ട് ബന്ധപ്പെട്ട വാർദ്ധക്യ സഹജമായിട്ടുള്ളതാണെന്ന് രോഗമെന്ന് തന്നെ കണക്കാക്കാതെ പോകുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ ഓർമ്മക്കുറവ്, നടക്കാനുള്ള ബുദ്ധിമുട്ട്, മൂത്രത്തിന് നിയന്ത്രണമില്ല എന്ന് കാണുകയാണെങ്കിൽ ഒരു സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 1% ആളുകളെങ്കിലും അവർക്ക് തലയ്ക്കകത്ത് വെള്ളം കെട്ടി തലച്ചോറിൽ സമ്മർദ്ദം വരുന്നതുകൊണ്ടാണ്. അത് ചികിത്സിച്ച് മാറ്റാവുന്നതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ തലച്ചോറിലെ രക്തസഞ്ചാരം കുറയുന്നു, പെട്ടെന്നുണ്ടാകുന്ന ഓർമ്മക്കുറവ്, അതല്ലെങ്കിൽ കയ്യിന് പെരുപ്പ്, ബലക്ഷയം, അത് സമയത്തിൽ നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ ഒരു 6 മണിക്കൂറിനകത്ത് അതിന് തക്കതായിട്ടുള്ള ചികിത്സ എടുക്കുകയാണെങ്കിൽ അത് മാറ്റാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും ഇതുപോലുള്ള ചെറിയ രോഗ ലക്ഷണങ്ങൾ പ്രത്യേകിച്ചും ഉടനെ നമ്മൾ അതിന് വേണ്ട പരിശോധന നടത്തുകയാണെങ്കിൽ അത് ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ രോഗനിർണയം ചികിത്സയും മുകളിലായിട്ട് നമ്മൾ കരുതേണ്ടത്, ഇതപ്പോൾ കാലിൽ നീര് വരുന്നു, നമ്മളെന്ത് ചെയ്യുന്നു, അതിന് നീര് മാറാനുള്ള മരുന്ന് കൊടുക്കുന്നു. പക്ഷേ ശരിക്കും അവർക്ക് വേണ്ടത് അതല്ല. അവരെ നടക്കാൻ പ്രോത്സാഹിപ്പിക്കുക, വ്യായാമം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക, നീര് വരാൻ സാധ്യത കുറയുന്നുണ്ട്. പിന്നെ ഉറക്കക്കുറവിന് നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ പ്രത്യേകിച്ചും പ്രായമായവർ പലപ്പോഴും പ്രതികരിക്കുന്നത് നല്ല വിധത്തിലായിരിക്കില്ല. അത് ഉറക്കം വരാത്തത് മാത്രമല്ല, രാത്രി ഉറക്കം വരാത്തത് മാത്രമല്ല, പകൽ കിടന്നുറങ്ങുന്നു എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണ്? പകൽ അവരോടുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കാനൊരു വ്യക്തി, അവരെ പ്രശ്നങ്ങൾ കേൾക്കാനൊരു വ്യക്തി ഉണ്ടെങ്കിൽ പകൽ അവരെ കൊണ്ട് കുറച്ച് വ്യായാമം ചെയ്യിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല ഉറക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം തന്നെ മരുന്നുകൊണ്ട് നമുക്ക് പരിഹരിക്കാം എന്നുള്ള തോന്നൽ മാറ്റി ഇതുപോലെയുള്ള സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകളാണ് അവിടെ കൂടുതൽ ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മരുന്നുകളെ കണക്കിലെടുക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന അളവ്, മരുന്നിൻ്റെ അളവ് സാധാരണ ഉള്ളവരിൽ കൊടുക്കുന്നതിൻ്റെ ചെറിയൊരു ഡോസ് തന്നെ ആയിരിക്കണം പ്രായമായവരിൽ കൊടുക്കേണ്ടത്. കാരണം അവരെ വൃക്കയുടെയും കരളിൻ്റെയും ഒക്കെ തന്നെ പ്രവർത്തനം മന്ദഗതിയിലാവുമ്പോൾ ഈ കഴിക്കുന്ന മരുന്നുകൾ ശരീരത്തിൽ നിന്ന് മാറ്റാനുള്ള സംവിധാനങ്ങൾ കുറവായിരിക്കും. അപ്പോൾ ഡോസ് പ്രായത്തിനനുസരിച്ച് കുറയ്ക്കേണ്ടതുണ്ട്. പല രോഗങ്ങളുള്ളപ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ വളരെ ശ്രദ്ധിച്ച് വേണം. കാരണം ഈ മരുന്നുകൾ തമ്മിൽ തന്നെ പ്രതികരിച്ച് കഴിയുമ്പോൾ അത് ഗുണമല്ല, ദോഷമായിരിക്കും പലപ്പോഴും ചെയ്യാറുള്ളത്. പിന്നെ ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത ഈ പ്രായമായവരെ മറ്റുള്ള പല രാജ്യങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് അവർക്ക് ഉള്ള ഒരു പാർപ്പിടം, അതല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ നമ്മൾ ഡേ കെയറിൽ വിടുന്ന പോലെ ഈ പ്രായമായവരെ ഒന്നുമില്ലെങ്കിൽ ഒരു 12 മണിക്കൂർ നോക്കാനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ വലിയ ചിലവില്ലാതെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രായമായവർക്ക് വളരെ നല്ലൊരു കാര്യമായിരിക്കും ചെയ്യുന്നത്. സ്കൂളുകൾ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ അടച്ചുപൂട്ടിയ സ്കൂളുകൾ തന്നെ വൃദ്ധഭവനങ്ങളായിട്ട് മാറ്റണോ എന്നുള്ള ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. വലിയ ചിലവില്ലാതെ ഉള്ള കെട്ടിടത്തിൽ തന്നെ ചെറിയ കുട്ടികളെ നോക്കുന്നതിന് പകരം പ്രായമായവരെ ചെറിയ കുട്ടികളെപ്പോലെ നോക്കുകയാണെങ്കിൽ അവരുടെ മാനസിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പലതും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രായമായവർ നമ്മുടെ നാട്ടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അവർക്ക് കഴിയുന്ന കാലത്ത് വളരെയേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സായാഹ്നത്തിൽ, ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ
അവർക്ക് അന്തസ്സായിട്ടും അഭിമാനമായിട്ടും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ലോകത്തുള്ള എല്ലാവർക്കും ദൈവം എന്തെങ്കിലും കഴിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു കഴിവ് എന്ന് പറയുന്നത്. കാരണം പാടാൻ അറിയാം, കളിക്കാൻ അറിയാം, എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ അറിയാം. പക്ഷെ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പാടായിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഈയിടയ്ക്ക് ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് പോയപ്പോൾ കണ്ടതാണ് ഒരു അന്ധനായിട്ടുള്ള ഒരാൾ കീബോർഡ് വായിക്കുന്നത്. കാരണം കീബോർഡ് വായിക്കുന്നത് സാധാരണ എല്ലാവർക്കും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ സാധാരണ കീബോർഡിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഈ പാട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചേക്കും, ഏകദേശം സോങ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കും. പക്ഷെ ഇദ്ദേഹം എന്ന് പറയുമ്പോൾ അന്ധനായിട്ട് പോലും ഞാനൊക്കെ അല്ലെങ്കിൽ പല ആൾക്കാരും വന്ന് ഇങ്ങനെ പാടാൻ നിൽക്കുമ്പോൾ താങ്കൾ പാട്ട് പറയുമ്പോൾ ഞാൻ ലൈവായിട്ട് വായിച്ചോളാം എന്ന് പറഞ്ഞു. കാരണം ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇദ്ദേഹം കണ്ണ് കാണാതെ ലൈവായിട്ട് ഈ കീബോർഡ് എങ്ങനെ വായിക്കുന്നു. കാരണം റിതം പാഡ് ഒന്നുമില്ലാതെ, കാരണം ഒരുപാട് സിംഗേഴ്സ്, പ്രൊഫഷണൽ ആയിട്ടുള്ള സിംഗേഴ്സ് വന്നിരുന്ന് പാടുമ്പോൾ സാധാരണ നമുക്കറിയാലോ പ്രൊഫഷണൽ ആയിട്ടൊന്ന് പാടുമ്പോഴത്തേക്ക് അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള കീബോർഡിസ്റ്റാണ് കൂടെ നിൽക്കേണ്ടത്. പക്ഷേ ഇത് അദ്ദേഹത്തിന് ഒരു ടെൻഷനും ഇല്ലാതെ ആ ഒരു താങ്കൾ ഏത് പാട്ട് പാടാൻ ഞാൻ ലൈവായിട്ട് വായിച്ചോളാം എന്ന് പറഞ്ഞ് സെറ്റിങ്സ് ഇല്ലാതെ ലൈവായിട്ട് അദ്ദേഹം ആ കീബോർഡ് കൈകാര്യം ചെയ്തു. ഇത്തരത്തിലൂടെ ഒരു ശ്രീലക്ഷ്മിയുടെ ആ ഒരു സ്റ്റോറി, ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റോറി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് കരുതിക്കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം, വഴിത്തിരിവ്. നമ്മുടെ ജീവിതത്തിൽ ജോലിയെയും കരിയറിനെയും നമ്മൾ നോക്കിക്കാണുന്ന രീതി വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഒരു പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഭൂരിഭാഗം സമയവും നമ്മൾ ചെലവഴിക്കുന്നത് ജോലി സ്ഥലങ്ങളിലോ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അതുമല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട ചിന്തയിലോ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചപ്പാടിൽ കൃത്യമായ ഒരു വ്യക്തത നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഒരു സിംഗിൾ കരിയറാണ് ഒരു മനുഷ്യൻ എന്നുള്ള സങ്കല്പമാണ്. 20-ാം വയസ്സിലോ 23-ാം വയസ്സിലോ ഒക്കെ ഒരു കോഴ്സ് കഴിഞ്ഞ് ഒരു കരിയറിലേക്ക് നമ്മളൊന്ന് നടന്നു കയറി കഴിഞ്ഞാൽ 50-ഉം 60-ഉം വയസ്സുവരെ 30-ഉം 40-ഉം വർഷങ്ങൾ അതേ കരിയറിൽ തന്നെ തുടരുകയും അതേ ജോലി തന്നെ ചെയ്യുകയും ചെയ്യുന്നതാണ് ഇന്ന് നമുക്കിടയിൽ നിൽക്കുന്ന പ്രവണത. ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു ട്രെൻഡ് ചില സ്ഥലങ്ങളിലെങ്കിലും ചില വ്യക്തികൾക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കും. ഇന്ന് അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ട്രെൻഡ് താല്പര്യത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് കരിയറിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഞാനൊരു പക്ഷേ എൻ്റെ ജോലി തുടങ്ങുന്നത് ഒരു എഞ്ചിനീയർ ആയിട്ടായിരിക്കാം, ഒരു IT കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ടായിരിക്കാം എൻ്റെ ജോലി തുടങ്ങുന്നത്. 5 വർഷത്തെയോ 8 വർഷത്തെയോ പ്രവർത്തനത്തിന് ശേഷം അതിൽ പരമാവധി ആസ്വാദനം ഞാൻ നേടിയെന്നും പരമാവധി രീതിയിൽ ഞാനവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തുവെന്നും എനിക്ക് അവിടെ നിന്നും കിട്ടേണ്ട സന്തോഷം ലഭിച്ചു കഴിഞ്ഞു എന്നും കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് മാറുന്നത് പോലെ തന്നെ ആ പ്രൊഫഷനിൽ നിന്നും ആ കരിയറിൽ നിന്നും മറ്റൊരു കരിയറിലേക്ക് ഒരു മാറ്റത്തിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 8 വർഷത്തെ IT ജീവിതത്തിന് ശേഷം അടുത്തൊരു 5 വർഷം അധ്യാപകനാകുവാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ ജോലിയാണ് നമുക്ക് നന്നായി എൻജോയ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ നമുക്കതിലേക്ക് പോകാമെന്നുള്ളതാണ്. അങ്ങനെ അടുത്ത 5 വർഷത്തിന് ശേഷം ഒരു പക്ഷേ എനിക്കുണ്ടാകുന്ന ഒരു ആഗ്രഹം മാധ്യമരംഗത്ത് കുറച്ചു കാലം പ്രവർത്തിക്കണമെന്നുള്ള ഒരു താല്പര്യമുണ്ട്. മാധ്യമരംഗത്തിൻ്റെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടോ അതല്ലെങ്കിൽ വാർത്തകളുമായി ബന്ധപ്പെട്ടിട്ടോ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒക്കെ കുറച്ചു കാലം പ്രവർത്തിക്കണമെന്നുള്ള താല്പര്യമുള്ളവർക്ക് അടുത്തൊരു 5 വർഷമോ 3 വർഷമോ മാധ്യമരംഗത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഒരു 35-40 വയസ്സുകളിൽ എത്തി നിൽക്കുകയായിരിക്കും. ഒരു പുതിയ രംഗത്തേക്ക് മറ്റേതെങ്കിലും ഒരു പുതിയ മേഖലയിലേക്ക് ഒരുപക്ഷെ ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിനനുസരിച്ച് ഏറ്റവും കൂടുതൽ സാധ്യതകൾ വന്നിരിക്കുന്ന നമ്മുടെ ഇൻട്രസ്റ്റുകളെ അലൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ അവിടെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്കും പോകാമെന്നുള്ളതാണ്. ചുരുക്കിയാൽ 20 മുതൽ 60 വയസ്സുവരെ നീണ്ടു നിൽക്കുന്ന 40 വർഷത്തിനിടയിൽ ഒരൊറ്റ കരിയറിലേക്ക് മാത്രം ജീവിതത്തിനെ ചുരുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വ്യത്യസ്ത തലങ്ങളിലേക്ക് വ്യത്യസ്ത വിഷയങ്ങളിലേക്ക് നമ്മുടെ വ്യത്യസ്ത താല്പര്യങ്ങളെ എക്സ്പ്ലോർ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള മേഖലകളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിനെ കൊണ്ടുപോകാമെന്നുള്ളതാണ്. ഒരു കരിയറിൽ മാത്രമാണ് ജീവിതം എന്നതിനപ്പുറത്തേക്ക് മൾട്ടിപ്പിൾ കരിയറുകളിലേക്കുള്ള ഫോക്കസാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം ഒരു മനുഷ്യന് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള ശേഷികളുണ്ടായിരിക്കും, വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ടായിരിക്കും. ചുരുങ്ങിയ ഒരു ജീവിതത്തിനിടയിൽ ഇതെല്ലാം നന്നായ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ നടത്തുന്നത്. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ടത് ഒരു ജോലിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു കരിയറിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ 100% ഫോക്കസും പരിപൂർണമായിട്ടുള്ള എഫർട്ടും ചിന്തയും ഒക്കെ തന്നെ ആ കരിയറിന് വേണ്ടി കൊടുക്കുവാൻ ശ്രമിക്കണം. ഈ തലത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു പ്ലെയിനിൽ നിന്നുകൊണ്ട് മറ്റൊരു പ്ലെയിനിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് പെർഫെക്ഷൻ കൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് ഏത് കരിയറിലാണോ നിൽക്കുന്നത് ആ സമയത്ത് പരിപൂർണമായിട്ടുള്ള ശ്രദ്ധയും പ്രയത്നവും എല്ലാ തരത്തിലുള്ള മനസ്സും അതിനുവേണ്ടി അർപ്പിക്കുക. ഇവിടെ 2 പ്രധാന
ജീവിതം മുഴുവനും ഒരൊറ്റ കരിയർ എന്നുള്ള രീതിയിൽ നിന്നും മൾട്ടിപ്പിൾ കരിയർ എന്നുള്ള ഫോക്കസിലേക്ക് വരാനുള്ള പോസിബിലിറ്റി നമുക്കുണ്ട്. അത് ചെയ്യുവാനുള്ള മനസ്സും ശേഷിയും ധൈര്യവും നമുക്കുണ്ടെങ്കിൽ. 1. 2, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത്, ശ്രദ്ധ ചെലുത്തേണ്ടത്, ഒരു കരിയറിൽ നിൽക്കുമ്പോൾ നമ്മുടെ പരിപൂർണമായിട്ടുള്ള ഫോക്കസും അതിലായിരിക്കണം എന്നുള്ളതാണ്. ഇത്രയും ഭംഗിയായി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണാതെ പോകുന്നത് ശരിയല്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട്, ഇന്ന് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് 20 വയസ്സുവരെയോ 23 വയസ്സുവരെയോ ഒക്കെ വിദ്യ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ, ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പഠിക്കുന്നത് വെച്ചുകൊണ്ടാണ് അടുത്ത 40 വർഷവും തൊഴിലെടുക്കുവാൻ ശ്രമിക്കുന്നത് എന്നതാണ്. എന്നാൽ ഇവിടെ മൾട്ടിപ്പിൾ കരിയറിലേക്ക് പോവുകയാണെങ്കിൽ നിരന്തരമായ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ അറിവ് പല തലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയും പുതിയ പുതിയ കാര്യങ്ങൾ ആർജിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുവാനുള്ള ഒരു മനസ്സുകൂടെ നമ്മൾ അവിടെ കാണിക്കണം. അതൊരു പക്ഷേ ഒരു ബുദ്ധിമുട്ടായിട്ട് പലർക്കും തോന്നിയേക്കാം. എങ്കിലും ആ രീതിയിലൊരു എഫേർട്ട് എടുക്കാൻ തയ്യാറുകൂടെ ഉണ്ടെങ്കിൽ മാത്രമേ മൾട്ടിപ്പിൾ കരിയറിനെ കുറിച്ചുള്ള ചിന്തയിൽ പോകാവൂ. പക്ഷേ ഒരൊറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ വളരെ സുന്ദരമായ രീതിയിൽ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. എല്ലാ തലങ്ങളെയും കാണുവാനും എല്ലാ ഇഷ്ടങ്ങളെയും എക്സ്പ്ലോർ ചെയ്യുവാനും കഴിയും. സിംഗിളിനപ്പുറത്തേക്ക് മൾട്ടിപ്പിൾ കരിയർ എന്നുള്ളൊരു ഫോക്കസിൽ നമുക്ക് ഊന്നൽ കൊടുക്കുവാൻ കഴിഞ്ഞാൽ. നമുക്ക് ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.